ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ പൗരത്വം എന്ന ടോപ്പിക്കാണ് റിവൈസ് ചെയ്യുന്നത്. പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ്. ഏക പൗരത്വമാണ് ഇന്ത്യയുടെ പൗരത്വ രീതി എന്ന് പറയുന്നത്. പൗരത്വം യൂണിയൻ ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണം എന്ന ആശയം നിർദ്ദേശിച്ചത് LM സിംഗ്വി കമ്മിറ്റിയാണ്. LM സിംഗ്വി കമ്മിറ്റി. അമേരിക്കയിലൊക്കെ ഇരട്ട പൗരത്വമാണ് ഉള്ളത്. ഇന്ത്യയുടെ ഏക പൗരത്വം എന്ന രീതി നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടതാണ്? ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട ആശയമാണ് ഏക പൗരത്വം എന്ന രീതി. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. ഇന്ത്യയിലെ പ്രഥമ പൗരൻ ആരാണ്? രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ. ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിക്ക് മാത്രമാണ് ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിക്ക് മാത്രമേ ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ പാർലമെന്റിനാണ് ഈ പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത്. ഇന്ത്യൻ പാർലമെന്റിനാണ്. അപ്പോൾ 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? 5 വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനും 3 വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം 5 വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുവാനും 3 വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതേതൊക്കെയാണ് എന്ന് നോക്കാം. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതേതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വം, ചിരകാലവാസം മുഖേനയുള്ള പൗരത്വം, പ്രാദേശിക സംയോജനം മൂലം ലഭ്യമാകുന്ന പൗരത്വം. അങ്ങനെ 5 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ 3 രീതിയിൽ 3 തരത്തിൽ ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടമാകുന്നുമുണ്ട്. അതേതൊക്കെയാണ്? പരിത്യാഗം. പരിത്യാഗം എന്ന് വെച്ചാൽ സ്വമേധയാൽ പൗരത്വം ഉപേക്ഷിക്കുന്നതാണ്. മറ്റൊരു രാജ്യത്തെ പൗരത്വം നേടിയെടുക്കുമ്പോൾ സ്വമേധയാൽ ഇന്ത്യൻ പൗരത്വം വേണ്ടാന്ന് വയ്ക്കുന്നു. അതിനെയാണ് പരിത്യാഗം എന്ന് പറയുന്നത്. ദെൻ നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. അങ്ങനെ 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്നത് വഴി വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭ്യമാകുന്നുണ്ട്. അത് രജിസ്ട്രേഷൻ മുഖാന്തരമാണ്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്നത് വഴി വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭ്യമാകുന്ന രീതിയാണ് രജിസ്ട്രേഷൻ. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കാം. ഒരു പൗരന് ജന്മനാ ലഭിക്കുന്ന പൗരത്വത്തെയാണ് സ്വാഭാവിക പൗരത്വം എന്ന് അറിയപ്പെടുന്നത്. ആർജിത പൗരത്വം എന്താണ്? ഒരു രാജ്യത്തെ നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് ഒരു വ്യക്തി നേടിയെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. ഓക്കെ, ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വഴി വിദേശികൾക്ക് ലഭ്യമാകുന്ന പൗരത്വമാണ് രജിസ്ട്രേഷൻ മുഖാന്തരമുള്ളത്. എന്നാൽ ഒരു രാജ്യത്തെ നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് ഒരു വ്യക്തി നേടിയെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. വാസ്തുവിദ്യാ ഗാന്ധി എന്നറിയപ്പെടുന്ന ലാറി ബേക്കർ ചിരകാല അധിവാസം മുഖേനയാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുത്തത്. വാസ്തുവിദ്യാ ഗാന്ധി എന്നറിയപ്പെടുന്ന ലാറി ബേക്കർ ഇന്ത്യൻ പൗരത്വം നേടിയെടുത്ത വർഷം 1989. അദ്ദേഹം ചിരകാല അധിവാസം മുഖേനയാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുത്തത്. മദർ തെരേസ ഇന്ത്യൻ പൗരത്വം നേടിയെടുത്ത വർഷം 1951. ചിരകാല അധിവാസം മുഖേന തന്നെയാണ് മദർ തെരേസയും ഇന്ത്യൻ പൗരത്വം നേടിയെടുത്തത്. പൗരത്വവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അവ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കാം. ആർട്ടിക്കിൾ 5 ഭരണഘടന നിലവിൽ വന്നപ്പോഴുള്ള പൗരത്വ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. 1950 ജനുവരി 26 അനുസരിച്ച് ഭരണഘടന നിലവിൽ വന്നപ്പോഴുള്ള പൗരത്വ അവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ആർട്ടിക്കിൾ 6 ആണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരുടെ പൗരത്വാവകാശം. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരുടെ പൗരത്വാവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്.
ആർട്ടിക്കിൾ 7 പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. ആദ്യം ഇന്ത്യയിലേക്ക് വന്നവരെക്കുറിച്ച്, അത് ആർട്ടിക്കിൾ 6. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 7 ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വത്തെക്കുറിച്ച്. ആർട്ടിക്കിൾ 8 ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വ അവകാശത്തെക്കുറിച്ച്. ആർട്ടിക്കിൾ 8 ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 9 ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 9. ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. ആർട്ടിക്കിൾ 9. ആർട്ടിക്കിൾ 10 ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തുടർച്ചയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 11 ഇമ്പോർട്ടൻ്റ് ആണ്. പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകിക്കൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 11. പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നു. ഓക്കെ, ഒന്നുകൂടി നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 5 ഭരണഘടന നിലവിൽ വന്നപ്പോഴുള്ള പൗരത്വാവകാശത്തെക്കുറിച്ച്. ആർട്ടിക്കിൾ 6 പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരുടെ പൗരത്വാവകാശത്തെക്കുറിച്ച്. ആർട്ടിക്കിൾ 7 പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വാവകാശം. ആർട്ടിക്കിൾ 8 ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വ അവകാശം. ആർട്ടിക്കിൾ 9 വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ വിദേശ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു എന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 9. ആർട്ടിക്കിൾ 10 ഇന്ത്യൻ പൗരത്വത്തിന്റെ തുടർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 10. ആർട്ടിക്കിൾ 11 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരം നൽകുന്നു. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1955 നമ്മൾ പറഞ്ഞു. അതിനുശേഷം 6 തവണ ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. 6 തവണ ഭേദഗതി ചെയ്തതിൽ ഏറ്റവും ആദ്യം 1986 ഭേദഗതി വന്നത്. ശേഷം 1992, 2003, 2005, 2015, 2019. ഏറ്റവും അവസാനമായി ഭേദഗതി വന്നത് 2019. ഈ ആദ്യ ഭേദഗതി വന്ന വർഷം 1986, ഏറ്റവും അവസാനം ഭേദഗതി വന്നത് 2019. മൊത്തം 6 തവണ പൗരത്വ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ഭേദഗതി ചെയ്ത 2019 പൗരത്വ ഭേദഗതി നിയമം നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, നോക്കാം. പൗരത്വ ഭേദഗതി നിയമം 2019. ബിൽ അവതരിപ്പിച്ചത് 2019 ഡിസംബർ 9 ലോകസഭയിൽ അമിത് ഷായാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. ലോകസഭ ഇതേ ദിവസം തന്നെ ബില്ല് പാസ്സാക്കുന്നു. രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കിയത് 2019 ഡിസംബർ 11. പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 2019 ഡിസംബർ 12. പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നതോട് കൂടിയിട്ട് ഇതൊരു നിയമമായി മാറുന്നു. അങ്ങനെ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. ഈ ഡേറ്റുകളൊന്നും പഠിച്ചില്ലെങ്കിലും ഭേദഗതി നിയമം നിലവിൽ വന്ന ഡേറ്റ് പഠിക്കുക. 2020 ജനുവരി 10 പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്. എന്താണ് ഈ നിയമം അനുസരിച്ച് 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതപീഡനത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ എന്നീ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു നിയമമായി മാറി. പൗരത്വ ഭേദഗതി നിയമം 2014 ഡിസംബർ 31 മുൻപ് ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതപീഡനത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട കുറച്ച് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ എന്നീ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതായി മാറി. അതുപോലെ ഈ 2019 പൗരത്വ ഭേദഗതി നിയമം ബാധകമല്ലാത്ത കുറച്ച് പ്രദേശങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? നമ്മുടെ ഭരണഘടനയിലെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകളിൽ ഈ 2019 പൗരത്വ നിയമം ബാധകമല്ല. അതുപോലെ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിലെ ഗോത്രവർഗ മേഖലകളിലും ഈ നിയമം ബാധകമല്ല. എവിടൊക്കെയാണ്? 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ബാധകമല്ല. അതുപോലെ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിലെ ഗോത്രവർഗ വിഭാഗക്കാർക്കും ഈ നിയമം ബാധകമല്ല.
ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പൗരത്വ ഭേദഗതി നിയമം 2019 എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമം 2019 എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം, രണ്ടാമത് സംസ്ഥാനം പഞ്ചാബ്. ഇതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഓക്കെ, പൗരത്വ ഭേദഗതി നിയമം 2019 പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം, രണ്ടാമത് സംസ്ഥാനം പഞ്ചാബ്, ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. അതുപോലെ ആദ്യ സർവകലാശാലയുണ്ട്, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി. ഈ സർവകലാശാലയും പൗരത്വ ഭേദഗതി നിയമം 2019 പ്രമേയം പാസാക്കിയിരുന്നു. ഇനി ഈ പൗരത്വ ഭേദഗതി നിയമം 2019 അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് ഗോവ. ഒരു അഭിനന്ദന പ്രമേയമാണ് ഇവർ പാസാക്കിയത്. ആര്? ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഈ പൗരത്വ ഭേദഗതി, പൗരത്വ രജിസ്റ്റർ, ജനസംഖ്യാ രജിസ്റ്റർ എന്നിവയ്ക്ക് എതിരെ ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പൗരത്വ ഭേദഗതി, പൗരത്വ രജിസ്റ്റർ, ജനസംഖ്യാ രജിസ്റ്റർ എന്നിവയ്ക്കെതിരെ ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇത്രയുമൊക്കെ പോയിന്റ്സ് ആണ് പൗരത്വം എന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഫർദർ നോട്ടിഫിക്കേഷൻസ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.